നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇൻഫോമറിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരുന്നു? എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് അല്ലേ? അതിലെ പാഠം നമ്മൾ എടുത്തിട്ടുണ്ട്, ചോദ്യോത്തരങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയല്ലാതെ നിങ്ങൾക്ക് പേജ് നമ്പർ 64 കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ അങ്ങോട്ട് ആക്ടിവിറ്റീസ് ഒക്കെയാണല്ലേ. അപ്പോൾ മക്കളെ ഒട്ടും വൈകണ്ട, നമുക്ക് അങ്ങോട്ട് കിടക്കാം. മക്കളെ നോക്കി, പേജ് നമ്പർ 64. ദ ട്രിപ്പ് ലാസ്റ്റഡ് 3 days and 2 nights. 3 days 2 nights. മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ടോമോ സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ട്രിപ്പ്. അപ്പം മക്കളെ ഈ 3 പകലും 2 രാത്രിയും ഉണ്ടായിരുന്നു ഈ ട്രിപ്പ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ടോമോ സ്റ്റുഡൻസിന് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു? ഇഷ്ടം പോലെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ കുറച്ച് എഴുതാൻ പറ്റുള്ളൂ. എന്താണ്? എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പിൽ എൻജോയ് ചെയ്തത്, പിന്നെ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഷിപ്പ് വിത്ത് എക്സൈറ്റ്മെൻറ്റ് അല്ലേ. ആ ഷിപ്പിൻ്റെ എല്ലാ കോർണറും ഭയങ്കര സന്തോഷത്തോടു കൂടി അരിച്ച് പറക്കിയില്ലേ. പുൾഡ് അറ്റ് ആൻഡ് പോക്ഡ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. എല്ലാത്തിനകത്തും ഇങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ നോക്കിയെന്ന് പറഞ്ഞില്ലേ അത്. ഇനി എൻജോയ്ഡ് ദ ഹോട്ട് സ്പ്രിംഗ്. പിന്നെ ഹോട്ട് സ്പ്രിംഗ് എൻജോയ് ചെയ്തില്ലേ. സ്വാം അബൌട്ട് ഇൻ ദ സീ. എന്താണ്? സീയിൽ സ്വാം ചെയ്തില്ലേ. സ്വിമ്മിൻ്റെ പാസ്റ്റാണ് കേട്ടോ അത്. ഇനി ടോൾഡ് ഗോസ്റ്റ് സ്റ്റോറീസ് പറഞ്ഞില്ലേ. വാച്ച്ഡ് ബോട്ട് കൺസ്ട്രക്ഷൻ, കണ്ടില്ലേ, ബോട്ട് ഉണ്ടാക്കുന്ന കണ്ടില്ലേ. ടുക്ക് എ ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് എടുത്തില്ലേ. ഒത്തിരി ഉണ്ട്, നമുക്കിവിടെ ഉൾക്കൊള്ളിക്കാൻ കുറച്ച് മതി, അതുകൊണ്ട് കുറച്ച് എഴുതി. യു മൈറ്റ് ഹാവ് ഗോൺ ഓൺ എ ടൂർ ഫ്രം സ്കൂൾ ഓർ വിത്ത് യുവർ ഫാമിലി. നിങ്ങളും നിങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാരോടോ ഫാമിലിയോടെയോ ഒക്കെ നിങ്ങളും ടൂർ പോയിട്ടുണ്ടാവില്ലേ. മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ ടൂർ. ആ ടൂർ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്തതെന്ന് ലിസ്റ്റ് ചെയ്തേ. ഒത്തിരി ആക്ടിവിറ്റി ഉണ്ടാവും, പക്ഷേ നമുക്ക് കുറച്ച് മതി ഇവിടെ. ട്രാവൽഡ് ബൈ ബസ്സാണ്, നിങ്ങൾ ബസ്സിലാണെങ്കിൽ ബസ് കേട്ടോ. വിസിറ്റഡ് പാർക്സ്, സൂ, മ്യൂസിയം എക്സെട്ര. പിന്നെ took photographs, enjoyed restaurant food, stayed at a hotel, enjoyed with family and friends. ഇത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ മക്കളെ. നിങ്ങൾക്ക് തോന്നെ എഴുതാൻ അറിയെങ്കിൽ എഴുതാം കേട്ടോ. ഇനി അടുത്തത് 2 നോക്കി, ആക്ടിവിറ്റി 2. റീഅറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് ദ ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇതിൽ ഒരു യാത്ര പോയില്ലേ, അതിൽ കുറേ ഈവൻറ്റ്സ്, സംഭവങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി തന്നിട്ടുണ്ട്, അറിയാലോ. റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ എഴുതുക. തന്നിട്ടുള്ളത് എന്താണ് മക്കളെ? ദ ചിൽഡ്രൻ അസംബിൾ അറ്റ് ദ സ്കൂൾ ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. After a short rest, the teachers took the children down to the sea. They embarked on a ship. The children enjoyed this unusual hot spring sea bathing to the utmost. The headmaster gave some instructions to the children before going to the sea. The sea became rough and Toto-chan and some others began to fall ill. The children were excited at the photo session. The man who was building a boat gave Toto-chan a very hot and curly wood shaving. നോക്കിയേ, ഒന്നാമത്തത് ആദ്യം തന്നിരിക്കുന്നത് തന്നെയാണ്. ദ ചിൽഡ്രൻ അസംബിൾ അറ്റ് ദ സ്കൂൾ ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ സ്കൂളിൽ അസംബിൾ ചെയ്തു. 2, ദേ എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ്. ഇനി ഷിപ്പിൽ എൻജോയ് ചെയ്ത് പോയി. 3, ദ സീ ബിക്കെയിം റഫ് ആൻഡ് ടോട്ടോ-ചാൻ ആൻഡ് സം അതേഴ്സ് ബിഗാൻ ടു ഫെൽ ഇൽ. ഇതാണ് സീ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രക്ഷുബ്ധമായപ്പോൾ ടോട്ടോ-ചാനും മറ്റു കുറച്ച് കുട്ടികൾക്കും അസുഖങ്ങൾ വന്നു. എന്താണ്? സീ ഫീവർ വന്നു, സീ സിക്നെസ് വന്നു. 4, ദ ഹെഡ് മാസ്റ്റർ ഗേവ് സം ഇൻസ്ട്രക്ഷൻസ് ടു ദ ചിൽഡ്രൻ ബിഫോർ ഗോയിങ് ടു ദ സീ. സീയിൽ പോകുന്നതിന് മുമ്പ് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അടുത്ത 5, ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ടു ദ സീ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കുട്ടികളെ സീയിലേക്ക് കൊണ്ടുപോയി. 6, ദ ചിൽഡ്രൻ എൻജോയ്ഡ് ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ് ടു ദി അറ്റ്മോസ്റ്റ്. എന്താണ്? അൺയൂഷ്വൽ ആയിട്ടുള്ള ഈ സീ ബാത്ത് കുട്ടികളെ എൻജോയ് ചെയ്തു. അടുത്തത് 7, ദ മാൻ ഹു വാസ് ബിൽഡിങ് എ ബോട്ട് ഗേവ് ടോട്ടോ-ചാൻ എ വെരി ലോങ് ആൻഡ് കേർലി വുഡ് ഷേവിങ്. ലോങ് ആയിട്ടുള്ള കേർലി ആയിട്ടുള്ള ചുരുണ്ട വുഡ് ഷേവിങ് ടോട്ടോ-ചാൻ കൊടുത്തില്ലേ, ആര്? ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആള്. 8, ദ ചിൽഡ്രൻ വെയർ എക്സൈറ്റഡ് അറ്റ് ദ ഫോട്ടോ സെഷൻ. കുട്ടികൾക്ക് എന്തിഷ്ടമായി? എക്സൈറ്റഡ് ആയി നിന്നു ഫോട്ടോ സെഷൻ. ഇനി ആക്ടിവിറ്റി 3 നോക്കിയേ. മം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? ഷീ ആസ്ക്ഡ് ഹെസിസ്റ്റൻ്റ്ലി.
What would be the likely conversation between the mother and the daughter thereafter? അമ്മയോട് ഹെസിസ്റ്റൻ്റ്ലി മടിച്ച് പോയി എന്ത് ചോദിച്ചു? അമ്മേ ഞാനും കൂടി പൊയ്ക്കോട്ടെ ടൂറിനെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അമ്മയും മകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? എന്തൊക്കെ ചോദിക്കും? അപ്പോൾ ചോദിക്കാം, ടോട്ടോച്ചാൻ മേ ഐ ഗോ ഫോർ ദി ട്രിപ്പ്? അപ്പോൾ അമ്മ എന്ത് പറയും? ഹോട്ട് സ്പ്രിംഗ് ട്രിപ്പ്, യു ആർ ക്വൈറ്റ് യങ് ആർന്റ് യു? നീ വളരെ കുഞ്ഞാണ് അല്ലേ എന്ന് ചോദിക്കുന്നു. ടോട്ടോച്ചാൻ എന്ത് പറയും? ബട്ട് മം മെനി സ്റ്റുഡൻസ് ഓഫ് മൈ ഏജ് ഈസ് ഗോയിങ് ഫോർ ദി ട്രിപ്പ്. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ കുറേ പേര് പോകുന്നുണ്ട്. ബട്ട് യു ആർ എ നോട്ടി വൺ. നീ ഇത്തിരി നോട്ടി അല്ലേ എന്ന് അമ്മ ചോദിച്ചു. നോ ഐ വിൽ ബി വെരി ഡീസൻറ്റ്. ഞാൻ നല്ല ഡീസൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ബട്ട് ഐ എം അഫ്രൈഡ് ടു ലെറ്റ് യു ഗോ. പക്ഷെ എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ പേടിയാണ്. ഡോണ്ട് വറി മം, ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഞാൻ എന്നെ നല്ലോണം ശ്രദ്ധിച്ചോളാം. അപ്പം അമ്മ എന്ത് പറയും? ഐ ഹാവ് ഗോട്ട് എ ലെറ്റർ ഫ്രം യുവർ ഹെഡ് മാസ്റ്റർ അബൌട്ട് ദ ട്രിപ്പ്. എനിക്ക് നിങ്ങളെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ട്രിപ്പിനെ പറ്റിയിട്ടൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. മദർ അപ്പോൾ അപ്പം ടോട്ടോ എന്ത് പറയും? ഈസ് ഇറ്റ്? അങ്ങനെയാണോ? ദെൻ വൈ ഡോണ്ട് യു അലോ മീ ടു ഗോ? എന്നിട്ട് എന്താ എന്നെ പോകാൻ അനുവദിക്കാത്തത്? മദർ യെസ് ഐ വിൽ ലെറ്റ് യു ഗോ ബട്ട് യു മസ്റ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് യുവർ ടീച്ചേഴ്സ്. പക്ഷേ നീ നിൻ്റെ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേൾക്കണം. ദെൻ ഗെറ്റ് റെഡി. ഷുവർ മം ഐ വിൽ. ഞാൻ ചെയ്യാം അമ്മേ. ദെൻ ഗെറ്റ് റെഡി ബേബി, ഐ വിൽ ഹെൽപ്പ് യു ടു പാക്ക് യുവർ ബാഗ്സ്. എന്നാൽ റെഡി ആയിക്കോ, ബാഗൊക്കെ പാക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കാമെന്നമ്മ പറയുന്നു. അത്രേ ഉള്ളൂ. ആക്ടിവിറ്റി 4 നോക്കിയേ. ടോട്ടോച്ചാൻ ഹാഡ് ആൻ ഇൻറ്റൻസ് ഡിസയർ ടു ജോയിൻ ദ സ്കൂൾ ടൂർ ടു ദ ഹോട്ട് സ്പ്രിംഗ്. She came home from school one day and asked her mother, may I go for the trip? അപ്പോൾ ടോട്ടോച്ചാന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു സ്കൂൾ ടൂറിൽ പോകാനായിട്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിൽ വന്നു. എന്നിട്ട് അമ്മയോട് എന്താ ചോദിക്കുന്നത്? മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ് എന്ന് ചോദിക്കുന്നു. Have you had such an experience seeking permission from your parents, teachers, friends to get or do something? നിങ്ങളുടെ പാരൻസിനോടോ ടീച്ചേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ ഇതണക്ക് മേ ഐ എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചോദിച്ചിട്ടുണ്ടോ? ഹൗ ഡു യു സീക്ക് പെർമിഷൻ എങ്ങനെ ചോദിക്കും? ഇൻ ഡിഫറെൻറ്റ് വേസ്, പല രീതിയിൽ നമുക്ക് ചോദിക്കാം അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് മേ ഐ എന്ന് മാത്രമല്ല വേറെ രീതി ചോദിക്കാം. ക്യാൻ ഐ, ഷോൾ ഐ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അത് നോക്കിയേ മക്കളെ. ഗുഡ് മോർണിംഗ് ടീച്ചർ, മേ ഐ കം ഇൻ. നമ്മൾ വെളിയിൽ വന്ന് നിന്നിട്ട് എന്താ ചോദിക്കുക? മേ ഐ കം ഇൻ എന്ന് ചോദിക്കും. മേ ഐ ടേക്ക് ദിസ് ബോട്ടിൽ ഓഫ് വാട്ടർ പ്ലീസ്. ഞാൻ ഈ വെള്ളം എടുത്തോട്ടെ. എൻ്റെ കൂടെ എന്തും കൂടെ ചേർത്തു, പ്ലീസ്. ഇനി ഐ ആം അഫ്രൈഡ് യു കോണ്ട് നോ. എന്താണ്? എനിക്ക് പേടിയാണ്, നിനക്കിപ്പോൾ പറ്റില്ല. എക്സ്ക്യൂസ് മീ, മേ ഐ ഗോ ഔട്ട്. എക്സ്ക്യൂസ് മീ, മേ ഐ ഗോ ഔട്ട് എന്ന് ചോദിച്ചു. ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ? ഞാൻ നിൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തോട്ടെ. ഐ എം സോറി മൈ വർക്ക് ഈസ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. എൻ്റെ ജോലി തീർന്നിട്ടില്ല, അതുകൊണ്ട് സോറി. ഇനി ഇതൊക്കെ എന്താണ്? പലതരത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ഒരാളോട് പെർമിഷൻ ചോദിക്കുന്ന രീതിയാണ് മക്കളെ. There are various ways to give or refuse permission. കൊടുക്കാം, കൊടുക്കാതിരിക്കുക. ഇപ്പം നമ്മൾ പോട്ടെ, വയ്ക്കോ, വേണ്ട പോണ്ട, രണ്ടും ചെയ്യാം അല്ലേ? ഫൈൻഡ് ഔട്ട് മോർ. ഇനി കൂടുതൽ കണ്ടുപിടിച്ചേ. ഇപ്പോൾ അമ്മ പറയാം ഓഫ് കോഴ്സ്, ചെയ്തോ. ഷുവർ, പിന്നെ നോ പ്രോബ്ലം, പിന്നെ ഇറ്റ് ഈസ് ഓക്കെ, വിത്ത് പ്ലഷർ എന്നൊക്കെ പറയുന്നു. കൊടുക്കാത്തതോ? സോറി, നോ, പ്ലീസ് ഡോണ്ട്, ഐ എം അഫ്രൈഡ് യു കോണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഓക്കെ, സോറി ഐ കാണ്ട്. ഇങ്ങനെ പലതും നമുക്ക് പറയാം. ബാക്കി നോക്കി മക്കളെ. ഇമാജിൻ ദാറ്റ് യു ആർ അറ്റ് എ ഫെസ്റ്റിവൽ ഓർ വാട്ടർ തീം പാർക്ക് ഓർ എക്സിബിഷൻ ഗ്രൗണ്ട്. യു മീറ്റ് യുവർ ഫ്രണ്ട്സ് ദെയർ. അപ്പോൾ നിങ്ങൾ എവിടെയോ പോയിരിക്കുകയാണ്, ഫെസ്റ്റിവലിനോ വാട്ടർ തീം പാർക്കിലോ എക്സിബിഷനിലോ ഒക്കെ പോയിരിക്കുന്നു. അവിടെ വെച്ച് നിങ്ങൾ ആരെ കണ്ടു? നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടു. കംപ്ലീറ്റ് ദ ടേബിൾ. ഇപ്പോൾ നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. എന്താ ടേബിളിലുള്ളത്? സീക്കിംഗ് പെർമിഷൻ, ഫ്രം ഹൂം, റെസ്പോൺസ്. ഇതാണ് എന്താണ് പെർമിഷൻ വാങ്ങിക്കണം, ആരിൽ നിന്ന്, അപ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ഇതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. നോക്കിയേ. സീക്കിംഗ് പെർമിഷൻ. ക്യാൻ ഐ കീപ്പ് മൈ ബാഗ് ഹിയർ? ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചോട്ടെ. ആരോട് ചോദിക്കുന്നു നിങ്ങൾ? ക്ലോക്ക് റൂം കീപ്പർ. ക്ലോക്ക് റൂം എന്താണ്? നമ്മുടെ ബാഗൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. ഓഫ് കോഴ്സ് യു ക്യാൻ. ശരി, വെച്ചോളൂ. മേ ഐ ടേക്ക് ദ ടിക്കറ്റ്? ഫ്രണ്ടിനോട് ചോദിക്കുന്നു, ഞാൻ ടിക്കറ്റ് എടുത്തോട്ടെ? യെസ്, ഗോ അഹെഡ്. ഓ, പോയി എടുത്തോ. അടുത്ത, ഷോൾ ഐ ടേക്ക് എ ഫോട്ടോ ഹിയർ? ആരോട് ചോദിച്ചു? സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു.
യെസ് യു ക്യാൻ, എടുത്തോളൂ എന്ന് പറയുന്നു. യു ക്യാൻ സീക്ക് പെർമിഷൻ മോർ പൊളൈറ്റ്ലി യൂസിങ് പ്ലീസ്. പ്ലീസ് എന്താണ്, കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് ബഹുമാനത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. ക്യാൻ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ പ്ലീസ്, ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോട്ടെ പ്ലീസ്, ഫ്രണ്ടിനോട് ചോദിച്ചു. ഫ്രണ്ട് എന്ത് പറയും? സർട്ടൺലി, ഹിയർ ഇറ്റ് ഈസ്, ഉറപ്പായിട്ടും എന്നാ വെച്ചോ. ഇനി മദറിനോട് ചോദിക്കുക, എന്താണ്? മേ ഐ ഹാവ് സം മോർ സ്നാക്സ് പ്ലീസ്, കുറച്ചും കൂടി സ്നാക്സ് തരുമോ അമ്മേ പ്ലീസ്. അപ്പോൾ അമ്മ എന്ത് പറയും? യെസ് യു ക്യാൻ ഹാവ് ഇറ്റ് സം മോർ, യു ക്യാൻ ഹാവ് സം മോർ, കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ എടുത്തോ. ഇനി ഫ്രണ്ടിനോട് ചോദിക്കുക, മേ ഐ ബോറോ യുവർ ബുക്ക് പ്ലീസ്, നിൻ്റെ ബുക്കൊന്ന് കടം തരുമോ, ഞാൻ ഓട്ടൊന്നും എഴുതിയിട്ടില്ല പ്ലീസ്. ഫ്രണ്ട് എന്ത് പറയും? സർട്ടൺലി, ടേക്ക് യുവർ ടൈം, കൊണ്ടുപോയി എഴുതിയിട്ട് കൊണ്ടുവന്നോ. അടുത്തത് ഫാദറിനോട്, മേ ഐ ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് പ്ലീസ്, കൂട്ടുകാരോടൊന്ന് പുറത്ത് പൊയ്ക്കോട്ടെ പ്ലീസ്. അപ്പോൾ അച്ഛൻ എന്ത് പറയും? പൊക്കോ, 10 മണിക്ക് മുമ്പ് വരണം. യെസ് ബട്ട് ബി ബാക്ക് ബിഫോർ 10 PM എന്ന് പറയും, കേട്ടോ. ഇനി 5ാമത്തത്, റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് വായിച്ചേ. ഹൗ അബൌട്ട് എ സോവറിൻ ഫോട്ടോഗ്രാഫ്, അല്ല, ഹൗ അബൌട്ട് എ സൊവനീർ ഫോട്ടോഗ്രാഫ് ആസ്ക്ഡ് ദി ഹെഡ് മാസ്റ്റർ വെൻ ദേ വെയർ ഗെറ്റിംഗ് റെഡി ടു ലീവ്. They had never had a photograph taken of all of them together and the children were excited at the idea. അപ്പം ഹെഡ് മാസ്റ്റർ എന്താ പറയുന്നത്? ഒരുമിച്ചൊരു ഫോട്ടോഗ്രാഫ് എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നു, എല്ലാവരും പോകാൻ നേരം. അപ്പോൾ ആ ഫോട്ടോഗ്രാഫ് ഇതിനു മുമ്പ് ഇവരാരും ഒരുമിച്ച് ഇന്നൊരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡായി, ഭയങ്കര സന്തോഷമായി, കേട്ടോ. ദ എക്സൈറ്റഡ് സ്റ്റുഡൻസ് busied themselves before the photo session. Can you imagine and write some of the things they might have done? ഫോട്ടോ എടുക്കാനോ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും പല രീതിയിൽ ഒരുങ്ങും, ഭയങ്കര വെപ്രാളമാണ്. എന്തൊക്കെ കാണിക്കും? ചിലരെന്ത് ചെയ്യും? ഷർട്ടിന് ഈ ബട്ടൺസ് കൊടുക്കെ പിടിച്ചിട്ട്, ചിലരെന്ത് ചെയ്യും? മുടിയൊക്കെ പറ്റിച്ച് ചീപ്പി, ചിലരെന്ത് ചെയ്യും? കൈയൊക്കെ ഇവിടം വരെ കയറ്റി വെച്ച്, ചിലരിങ്ങനെയൊക്കെ നിന്ന് സ്റ്റൈലിനൊക്കെ പോസ് ചെയ്ത് ഒരുങ്ങി കണ്ണാടി പൗഡറൊക്കെ വാരി പൊത്തി അങ്ങനെയൊക്കെ വരും, അല്ലേ? അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും? നിങ്ങളെ പോലെയുള്ള കുട്ടികളാണ്. ആ സ്റ്റുഡൻറ്റ് ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്, അപ്പോൾ ഒരുത്തിന് ടോയ്ലറ്റിൽ പോകണം. സം സ്റ്റുഡൻസ് കോംഡ് ദ ഹെയർ, കുറച്ച് പേരൊക്കെ മുടിയൊക്കെ ഇങ്ങനെ ചെയ്യും. അതേഴ്സ് അഡ്ജസ്റ്റഡ് ദെയർ ക്ലോത്ത്സ് ടു ലുക്ക് നീറ്റ്, കണ്ടോ, കുറേ പേര് ഡ്രസ്സൊക്കെ നേരെയാക്കി നീറ്റായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. എ ഫ്യൂ സ്റ്റുഡൻസ് പ്രാക്ടീസ്ഡ് ദെയർ ബെസ്റ്റ് സ്മൈൽസ്, ഞാൻ ഇങ്ങനെ ചിരിക്കണോ, പല രീതിയിലൊക്കെ ചിരിച്ചൊക്കെ കാണിക്കും, അല്ലേ? സം ചിൽഡ്രൻ ട്രൈ ടു ഫൈൻഡ് ദ ബെസ്റ്റ് സ്പോട്ട് ഫോർ ഫോട്ടോ, ഇവിടെ നിന്നാലാണോ എന്നെ നല്ലോണം കിട്ടുന്നത്, ഫ്രണ്ടിൽ നിൽക്കാം, ഇങ്ങനെയൊക്കെ പല സ്ഥലത്തൊക്കെ പോയി നിൽക്കും, അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലേ? ഇനി അത്രയൊക്കെ പോരെ, 3 എണ്ണം മതി. ഇനി ആക്ടിവിറ്റി 6. Toto-chan was excited on the eve of the tour. She couldn't sleep well. What would have been her thoughts and feelings? Fill in the blanks with appropriate words. അപ്പോൾ ടൂറിന് പോകണം, നാളെ ടൂറ് പോവാം. അന്ന് രാത്രി ഉറങ്ങുമോ? നിങ്ങളാണെങ്കിലും ഉറങ്ങത്തില്ല. അപ്പോൾ എന്തൊക്കെ ചിന്തിക്കും? കുറേ ചിന്തിക്കും. എന്തൊക്കെയായിരിക്കും മനസ്സിൽ? എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ആങ്സൈറ്റി ഉണ്ടാകും, ഹാപ്പിനെസ് ഉണ്ടാകും, അമ്മയോട് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉണ്ടാകും. പക്ഷേ ഹോം സിക്നെസ്സും വരും, വീട്ടിൽ നിന്ന് മാറി നിന്ന് അമ്മയെ കാണണം എന്നുള്ള ചിന്തയും വരും. ഇനി റൈറ്റ് ദ തോട്ട്സ് ദാറ്റ് ഫ്ലാഷ് ത്രൂ ഹർ മൈൻഡ്. ഇനി അവളെ മനസ്സിൽ കൂടെ ആ സമയത്ത് എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി. എന്തൊക്കെയാണ്? താങ്ക്സ് മം, യു ആർ സച്ച് എ ലവ്ലി മം ടു സെൻഡ് മീ ഫോർ ദ ട്രിപ്പ്. വാട്ട് വുഡ് ദ ട്രിപ്പ് ബി ലൈക്ക്? വാട്ട് സ്പെഷ്യൽ ഫുഡ് വിൽ മൈ ഫ്രണ്ട്സ് ബ്രിങ്? അമ്മേ, എനിക്ക് സന്തോഷമുണ്ട് അമ്മേ, നന്ദിയുണ്ട്. എന്താണ് നീ അമ്മ നല്ലൊരു അമ്മയാണ്, എന്നെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ. നീ ടൂർ എങ്ങനെ ഇരിക്കും? എൻ്റെ കൂട്ടുകാരെന്തൊക്കെ ഫുഡായിരിക്കും കൊണ്ടുവരിക? പിന്നെ എന്തൊക്കെ ചിന്തിക്കും? ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് ടു ഗോ. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. വാട്ട് വിൽ ദ ഹോട്ട് സ്പ്രിങ് ബി ലൈക്ക്? ഹോട്ട് സ്പ്രിങ് എന്തുപോലെ ഇരിക്കും? ദ ഷിപ്പ് വിൽ ബി ഫൺ. ഷിപ്പ് അടിപൊളിയായിരിക്കും. ഐ ഹാവ് നെവർ ബീൻ ഓൺ വൺ ബിഫോർ. ഇതിനു മുമ്പ് ഷിപ്പിൽ ഞാൻ കയറിയിട്ടില്ല. ഐ ഹോപ്പ് ഐ ഡോണ്ട് ഗെറ്റ് സീ സിക്ക്. എനിക്കിങ്ങനെ സീ സിക്ക് ഒന്നും വരത്തില്ലായിരിക്കും. വന്നില്ലയോ? അതെനിക്ക് വരത്തില്ലായിരിക്കും. എന്താ, കപ്പലിൽ കയറിയപ്പോൾ ഛർദ്ദിക്കാൻ മുട്ടുന്നോ, വയ്യായിക വരുന്നോ എന്നൊക്കെ ചിന്തിച്ചില്ലയോ? അത്. ഐ വോണ്ട് ടു ടേക്ക് എ ബാത്ത് ഇൻ ദ സീ. എനിക്ക് കടലിലൊന്ന് കുളിക്കണം. ഐ വോണ്ട് ടു ഫൈൻഡ് സീ ഷെൽസ്. എനിക്ക് സീ ഷെൽസൊക്കെ പിടിക്കണം. മം, താങ്ക് യു വൺസ് അഗെയിൻ. അമ്മേ, വീണ്ടും നന്ദി എന്ന് പറയും. അപ്പം മക്കളെ, നമുക്ക് ഇത്രയുമേ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. പാർട്ട് 2 നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം വീഡിയോ ഇപ്പോൾ തന്നെ ഭയങ്കര ലെങ്തി ആയിട്ടുണ്ടാവും.